ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നൈറ്റ് ഡിന്നർ ആയിട്ടും ന്യൂട്രീഷൻ ഷേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യുന്ന ന്യൂട്രീഷൻ ഷേക്ക് പേഴ്സണലൈസ് ചെയ്ത് നമ്മുടെ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു, അതോടൊപ്പം തന്നെ എത്ര കാലറിയാണ് പേഴ്സണലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂട്രീഷൻ ഷേക്കിൽ വരുന്നത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ക്ലാരിറ്റി വരുന്നതിന് ശേഷം മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ക്ലാരിറ്റി വരുന്നതിന് ശേഷം മാത്രം ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതിവിടെ പറയാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും നിങ്ങളുടെ ബോഡി കണ്ടീഷനും നിങ്ങളുടെ കോച്ചിന് മാത്രമാണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻ കേട്ട ഉടനെ തന്നെ അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ക്ലാരിറ്റി ആക്കിയതിന് ശേഷം, അതല്ലെങ്കിൽ എന്നെ വിളിച്ച് ക്ലാരിറ്റി ആക്കിയതിന് ശേഷം മാത്രം ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡയറ്റിലും അതല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ യൂസേജിലും എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ച് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ബെറ്റർ ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കോച്ചിനെ കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡയറ്റിൽ ഈ പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് വൺ, ന്യൂട്രീഷൻ ഷേക്ക് ഏതെല്ലാം മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും നമുക്ക് നോക്കാം. നമ്പർ 1, സ്കീംഡ് മിൽക്കിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്പർ 2, ജ്യൂസ് ഐറ്റംസിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്പർ 3, വാട്ടർ പ്ലസ് ഷേക്ക് മേറ്റ് ഈ മെത്തേഡിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 3 മെത്തേഡിലും ന്യൂട്രീഷൻ ഷേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്പർ 1 നോക്കുവാണെങ്കിൽ സ്കീംഡ് മിൽക്ക്. സ്കീംഡ് മിൽക്കിൽ നമുക്ക് ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഷേക്ക് മേറ്റ് ലോഞ്ച് ആവുന്നതിന് മുന്നേ വരെ സ്കീംഡ് മിൽക്കിലാണ് നമ്മൾ എല്ലാവരും തന്നെ ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രീഷൻ ഷേക്ക് സ്കീംഡ് മിൽക്കിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഷേക്ക് മേറ്റിനെ അപേക്ഷിച്ച് കാലറി കുറച്ച് കൂടുതലാണ്. ഷേക്ക് മേറ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഷേക്ക് മേറ്റിൽ ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്പർ 2 നോക്കുവാണെങ്കിൽ ജ്യൂസ് ഐറ്റംസിൽ ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് കാലറി വളരെയധികം കൂടുതലാണ്. വെയിറ്റ് ലോസ് സമയത്ത് ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ ഒട്ടും തന്നെ നല്ലതല്ല. നമ്പർ 3, ഷേക്ക് മേറ്റ് പ്ലസ് വാട്ടർ. ഷേക്ക് മേറ്റിൽ എപ്പോഴും ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത്. ഓൾറെഡി നമ്മൾ ഷേക്ക് മേറ്റിൽ ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാലറി കുറവായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കീംഡ് മിൽക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷേക്ക് മേറ്റിൽ ഒരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്യൂർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ഷേക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഷേക്ക് മേറ്റ് ലഭിക്കാത്ത കൺട്രിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ സ്കീംഡ് മിൽക്ക് മാത്രമാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈ 3 മെത്തേഡിൽ നമുക്ക് ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ മെത്തേഡിന് ഒരു ക്ലാരിറ്റി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ന്യൂട്രീഷൻ ഷേക്ക് എടുത്തു കഴിയുമ്പോൾ എത്ര കാലറിയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ആണ്. അത് നമ്മൾ 3 സ്കൂപ്പാണ് യൂസ് ചെയ്യുന്നത്. 3 സ്കൂപ്പ് ഫോർമുല 1 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 94.20 കാലറിയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ ആണ്. പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ 1 സ്കൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 സ്കൂപ്പ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം 22.9 കാലറിയാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഷേക്ക് മേറ്റ്. ഷേക്ക് മേറ്റ് 2 സ്കൂപ്പാണ് യൂസ് ചെയ്യുന്നത്. 2 സ്കൂപ്പ് ഷേക്ക് മേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം 106 കാലറിയാണ് ലഭിക്കുന്നത്. പ്ലസ് 250 ml വാട്ടർ. വാട്ടർ 0 കാലറിയാണ്. അതുകൊണ്ട് തന്നെ കാലറികളൊന്നും അതിനകത്ത് ആടാവുന്നില്ല. അപ്പോൾ ടോട്ടൽ രാവിലത്തെ ഒരു ന്യൂട്രീഷൻ ഷേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 223.16 കാലറിയാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. ഇതിൽ യാതൊരുവിധ അഴിമതിയും കാണിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ്, വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡറിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക. അത് നിങ്ങൾ കോച്ചിനോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ യൂസ് ചെയ്യുന്ന ന്യൂട്രീഷൻ ഷേക്കിന്റെ ക്വാണ്ടിറ്റിയും കാലറിയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലത്തെ ന്യൂട്രീഷൻ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബെറ്റർ ആയിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് നൈറ്റ് ഷേക്ക് നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നൈറ്റ് ന്യൂട്രീഷൻ ഷേക്ക് പേഴ്സണലൈസ് ചെയ്യാനുള്ള മെയിൻ കാരണം നൈറ്റ് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ വളരെ മിതമായിട്ടുള്ള കാലറി നമ്മുടെ ശരീരത്തോട്ട് ഇൻടേക്ക് ആയാൽ മതി. രാവിലെ കൃത്യമായിട്ട് ന്യൂട്രീഷൻ ഷേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 223.16 കാലറി നമുക്ക് ലഭിക്കുന്നതാണ്. വൈകുന്നേരത്തെ ഡിന്നർ ഷേക്ക് എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് വേരിയേഷൻ വരുത്താൻ സാധിക്കുന്നതാണ്. വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർമുല 1 3 സ്കൂപ്പ്, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ 1 സ്കൂപ്പ്, ഷേക്ക് മേറ്റ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഷേക്ക് മേറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഡിന്നർ ഷേക്കിന് ഏകദേശം 117.16 കാലറി മാത്രമാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇങ്ങനെ കാലറി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിനെ ഫാസ്റ്റ് ആക്കാനും വെയിറ്റ് ലോസിനെ ബെറ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഷേക്ക് മേറ്റ് ഇല്ലാതെ ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ ടേസ്റ്റ് കാര്യങ്ങൾക്ക് ഇഷ്യൂ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ 1 സ്കൂപ്പ് ഷേക്ക് മേറ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 സ്കൂപ്പ്
ഷേക്ക് മേറ്റ് ആഡ് ചെയ്താൽ പോലും നമുക്ക് ഏകദേശം 170.1 കാലറി മാത്രമാണ് ശരീരത്തോട് ലഭിക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഡിന്നറിന് വളരെ ലോ കാലറി മാത്രം ഇൻടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ന്യൂട്രീഷൻ ഷേക്ക് തന്നെ ഇതുപോലെ കാലറി കുറഞ്ഞ് പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറവ് കാലറിയാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഷേക്ക് മേറ്റ് ഇല്ലാതെയും ഷേക്ക് മേറ്റിന്റെ ക്വാണ്ടിറ്റി കുറച്ചും നൈറ്റ് ഡിന്നർ ഷേക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അതിന് വേണ്ട സൊല്യൂഷൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുപോലെ പ്രൊഡക്റ്റിനെ പേഴ്സണലൈസ് ചെയ്തും നിങ്ങളുടെ ഡയറ്റിനെ പേഴ്സണലൈസ് ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസിനെ ബെറ്റർ ആക്കാനും ഫാസ്റ്റ് ആക്കാനായിട്ടും നിറയെ മെത്തേഡുകളുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ മെത്തേഡുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞാൻ പ്രോപ്പറായിട്ട് തരുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ സംശയം എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും. ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാൻ വരുന്ന മിക്ക ആളുകളും ചിന്തിക്കുന്നത് വളരെ കുറച്ച് പ്രൊഡക്റ്റിൽ വലിയ റിസൾട്ട് എടുക്കാനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധിക്കുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഗൈഡൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് നിങ്ങളുടെ കോച്ചിനും ഗൈഡൻസിനും മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്യുക. കോച്ചിൻ്റെ നിന്ന് മാത്രം ഒറിജിനൽ പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി ഒരു ഹോസ്പിറ്റൽസ് ഇല്ലാതെ മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.